ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം ഒരൊറ്റ സൗഹൃദ മത്സരം മാത്രമാണ് അർജന്റീന കളിക്കുന്നത്. നവംബർ 14 നടക്കുന്ന മത്സരത്തിൽ അങ്കോളയാണ് അർജന്റീനയുടെ എതിരാളികൾ. നമുക്കറിയാം, ആഫ്രിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. അതിനുശേഷം അർജന്റീന മത്സരങ്ങൾ ഒന്നും കളിക്കുന്നില്ല എന്നുള്ളത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. കേരളത്തിലേക്ക് വരാൻ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്നും അർജന്റീന പിൻവാങ്ങുകയായിരുന്നു. ഏതായാലും അർജന്റീന സ്ക്വാഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മാക്സി ഗ്രില്ലോയാണ് ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. TNT സ്പോർട്സ് അർജന്റീനയുടെ ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം നൽകുന്ന സൂചനകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് അണ്ടർ-20 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ചില താരങ്ങൾക്ക് സീനിയർ ടീമിൽ അവസരം നൽകാൻ ഇപ്പോൾ കോച്ചിങ് സ്റ്റാഫ് ആലോചിക്കുന്നുണ്ട്. സോളർ, പ്രസ്റ്റിയാനി, സാർക്കോ എന്നീ താരങ്ങളെയാണ് ഇപ്പോൾ കോച്ചിങ് സ്റ്റാഫ് ഫോളോ ചെയ്യുന്നത്. ഇനി ചില പഴയ താരങ്ങൾ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒന്നുകിൽ ഗർനാച്ചോയാവാം, അതല്ലെങ്കിൽ പൗലോ ദിബാലയാവാം. അത്തരത്തിലുള്ള ടീമിൽ നിന്നും പുറത്തായിട്ടുള്ള ചില താരങ്ങൾ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കാം എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അർജന്റീൻ ലീഗിൽ നിന്നും താരങ്ങളെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ പരിശീലകൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അർജന്റീൻ ലീഗ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ സമയത്ത് ആ ക്ലബ്ബുകളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേവലം ഒരൊറ്റ സൗഹൃദ മത്സരം മാത്രമാണ് കളിക്കുന്നത്. അതിനുവേണ്ടി ഈ ക്ലബ്ബുകളെ ബുദ്ധിമുട്ടിക്കാൻ ഇപ്പോൾ സ്കലോണിയും സംഘവും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മെസ്സിയെ ടീമിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ അർജന്റീന തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഗ്രില്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് അർജന്റീന ദേശീയ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ളത്. അടുത്ത മാസത്തെ മത്സരത്തിന് ശേഷം പിന്നീട് മാർച്ച് മാസത്തിലാണ് അർജന്റീന കളിക്കുക. അന്ന് ഫൈനലിസിമ നടക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.